ത്രിയേക ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം 10ാം ഞായറാഴ്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 18ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ചെറിയവൻ, ലിറ്റിൽ വൺ എന്ന ആശയമാണ് ഈ വേദഭാഗത്തിന്റെ പ്രധാന പ്രമേയം. 3 തവണ ഈ വാക്ക് ഉപയോഗിക്കുന്നു. 6ാം വാക്യത്തിലും 10ാം വാക്യത്തിലും 14ാം വാക്യത്തിലും. നിസാരമായി നാം കാണുന്ന പലതും ദൈവം മുമ്പിൽ ഗൗരവമുള്ളതാണ് എന്ന സത്യത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ ചെറിയവൻ എന്ന ആശയം എപ്പോഴും ഊന്നൽ നൽകിയിരുന്നു. ഇത് വിശുദ്ധനായ മത്തായി ശ്ലീഹ നിരവധി സന്ദർഭങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളം കുടിപ്പാൻ കൊടുത്താൽ അവന്റെ പ്രതിഫലം നഷ്ടമാകില്ല. പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ സമ്മതിക്കുവേൻ, നിങ്ങൾ അവരെ വിലക്കരുത്. ചെറിയവരായ എന്റെ ഈ സഹോദരിൽ ഒരുവന്, നിങ്ങൾ ചെയ്തിട്ടുള്ളതെല്ലാം എനിക്കാണ് നിങ്ങൾ ചെയ്തത് എന്നിവ ഉദാഹരണങ്ങളാണ്. ചെറിയവരെ കുറിച്ച് ക്രിസ്തുവിന്റെ ഉപദേശങ്ങളാണ് 1 മുതൽ 14 വരെയുള്ള വേദഭാഗം. ചെറിയവൻ എന്ന ആശയവുമായി ബന്ധപ്പെട്ട് 7 കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 1. ചെറിയവൻ ആകുക, 3ാം വാക്യം. 2. ചെറിയവനെ സ്വീകരിക്കുക, 5ാം വാക്യം. 3. ചെറിയവന് ഇടർച്ച വരുത്താതിരിക്കുക, 6ാം വാക്യം. 4. ചെറിയ പാപങ്ങളെ നീക്കം ചെയ്യുക, 8, 9 വാക്യങ്ങൾ. 5. ചെറിയവനെ നിസാരമായി വിചാരിക്കാതിരിക്കുക, 10ാം വാക്യം. 6. നഷ്ടപ്പെട്ട ചെറിയവനെ അന്വേഷിക്കുക, 14ാം വാക്യം. ചെറുതിന്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുക, 14ാം വാക്യം. ക്രിസ്തുവിന്റെ അടുക്കൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിഷ്യന്മാരുടെ ഒരു വലിയ ചോദ്യത്തോടെയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18ാം അധ്യായം ആരംഭിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ വലിയവൻ ആര് എന്നതായിരുന്നു ആ ചോദ്യം. വിശുദ്ധ മർക്കോസിന്റെയും വിശുദ്ധ ലൂക്കോസിന്റെയും സുവിശേഷത്തിൽ ഈ സംഭവം വിവരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഈ ചോദ്യം കാണുന്നില്ല. വഴിയിൽ വെച്ച് ആരാണ് വലിയവനെന്ന് പരസ്പരം തർക്കിച്ചത് മനസ്സിലാക്കിയ ഗുരു അവരെ ഉപദേശിക്കുന്നതായിട്ടാണ് അവർ ഈ ഭാഗത്തെ ചിത്രീകരിച്ചത്. ചെറിയ കാര്യങ്ങളെപ്പോലും ശ്രദ്ധയോടെ നോക്കുന്ന ക്രിസ്തുവിനെയാണ് സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നത്. സകലവും ഉപേക്ഷിച്ച് അവന്റെ പിന്നാലെ പോയിട്ടും വലിയവൻ എന്ന ചിന്ത ഉപേക്ഷിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ ഇന്നും അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരുന്നു. ജീവിതത്തെ നശിപ്പിക്കുന്ന ചെറുപാപങ്ങളെ പലപ്പോഴും നാം ശ്രദ്ധിക്കുന്നില്ല. ശുശ്രൂഷകൻ ആകുവാൻ വിളിക്കപ്പെട്ടവർ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നത് ചെറിയവനാകുക എന്നത്. സ്വർഗരാജ്യം പൈതങ്ങളുടേത് എന്ന് ക്രിസ്തു ഇവിടെ വ്യക്തമാക്കുന്നു. നിങ്ങൾ തിരിഞ്ഞ് പൈതങ്ങളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായി പറയുന്നു എന്നാണ് ക്രിസ്തു അരുളി ചെയ്തത്. സ്വർഗരാജ്യ പ്രവേശനം പൈതങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 2 സന്ദർഭങ്ങൾ ഈ സുവിശേഷത്തിൽ കാണുവാൻ കഴിയും.
ഒന്നാമത്തേത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാം വാക്യം. അതിൽ പറയുന്നു, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ സമ്മതിക്കുവിൻ, നിങ്ങൾ അവരെ വിലക്കരുത്, എന്തെന്നാൽ ഇവരെ പോലെ ഉള്ളവരുടേതാകുന്നു സ്വർഗരാജ്യം. ബീയിങ് സ്മോൾ ഇൻ എ ബിഗ് വേൾഡ് എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. ദൈവരാജ്യത്തിൽ വലിയവനാകുവാൻ ഈ ലോകത്തിൽ ചെറിയവനാകുക. നിക്കോദെമോസ് ക്രിസ്തുവിന്റെ അടുക്കൽ ഉന്നയിക്കുന്ന ചോദ്യം എങ്ങനെ ചെറിയവനാകാമെന്നായിരുന്നു. ചെറിയവനാകാൻ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കണം. ക്രിസ്തു എങ്ങനെ ചെറിയവനാകണമെന്ന് തന്റെ മനുഷ്യാവതാരത്തിലൂടെ കാണിച്ചു തന്നു. അവന്റെ ജീവിതം മുഴുവൻ ചെറിയവരെ ചേർത്തു നിർത്തിയതായിരുന്നു. നിർദ്ധയായ വിധവയുടെ ചില്ലിക്കാശിനെയാണ് അവൻ വിലമതിച്ചത്. നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കുവാൻ തടസ്സമാകുന്ന നിസ്സാര കാര്യങ്ങളെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നു. നിത്യജീവനെ വിലമതിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവയെ ഒഴിവാക്കുവാനുള്ള ബലം ലഭിക്കൂ. 8-9 വാക്യങ്ങളിൽ പറയുന്ന ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരു അവയവം നഷ്ടപ്പെടുന്നതാണ് നല്ലത് എന്നത് ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിലെ പഠിപ്പിക്കലിന്റെ ആവർത്തനമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 29-30 വാക്യങ്ങൾ. ആത്മീയ ജീവിതത്തിൽ ആവശ്യമായ സൂക്ഷ്മതയാണ് ഇത് വിളിച്ചു പറയുന്നത്. ചെറിയ കൽപ്പനയുടെ ലംഘനവും സ്വർഗരാജ്യം നഷ്ടമാകുവാൻ കാരണമാകുന്നു എന്ന ക്രിസ്തുവിന്റെ മുന്നറിയിപ്പ് വീണ്ടും ഈ ആഹ്വാനത്തിലൂടെ ആവർത്തിക്കപ്പെടുന്നു. ഈ ചെറിയവരിൽ ആരെയും നിങ്ങൾ നിസ്സാരമായി വിചാരിക്കാതിരിപ്പാൻ കരുതിക്കൊള്ളണമെന്ന് ക്രിസ്തു ഉറപ്പിച്ചു പറയുന്നു. ലാസറിന്റെയും ധനവാന്റെയും ഉപമയിലെ ധനവാന് സംഭവിച്ച വലിയ തെറ്റ് ചെറിയവനായ ലാസറിനെ കാണാതെ പോയി എന്നതാണ്. സ്നേഹനിധിയായ ഒരു ഇടയന്റെ ചിത്രം ഈ വേദഭാഗത്തുണ്ട്. ലോകത്തിന്റെ കണക്കുകൂട്ടലുകളിൽ ഒരു മണ്ഡനായ ഇടയൻ, നഷ്ടപ്പെട്ട ഒന്നിനു വേണ്ടി 99 ഉപേക്ഷിച്ച് അന്വേഷിച്ചിറങ്ങുന്ന മനുഷ്യൻ. തന്റെ ഏറ്റവും ചെറിയ ആടിനെയും വിലമതിക്കുന്ന ഇടയനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അവന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ലാഭനഷ്ടങ്ങളുടെ ചിന്തകളല്ല, മറിച്ച് നഷ്ടപ്പെട്ടു പോയതിന്റെ വീണ്ടെടുപ്പാണ് മുഖ്യം. തിരികെ ലഭിക്കുമ്പോൾ അവൻ അത്യധികം ആനന്ദിക്കുന്നു. ഈ ഉപമയിലൂടെ സ്നേഹനിധിയായ സ്വർഗീയ പിതാവിനെയാണ് ക്രിസ്തു വരച്ചു കാട്ടിയത്. വീണുപോയവരുടെ തിരിച്ചുവരവിനായി ഉപാധികളില്ലാതെ സ്നേഹത്തോടെ നോക്കിപ്പാർക്കുന്ന പിതാവ്. തന്റെ കൈവേലയാകുന്ന സ്വരൂപം നശിച്ചു പോകുവാൻ ആഗ്രഹമില്ലാത്തവനാണ് ആ പിതാവ്. ആ പിതാവിന്റെ കരുണയ്ക്ക് മുമ്പിൽ തലകൾ വണക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ഒരു അധ്യായത്തിൽ കാണാം.